ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. തലേ ദിവസം തന്നെ എന്തുണ്ടാക്കണം എന്നുള്ള ഒരു പ്ലാനിങ്ങും ഇല്ലാതെ കിടന്നുറങ്ങിയ ഒരു ദിവസമാണ്. അപ്പോൾ രാവിലേക്ക് ഇന്നത് ചെയ്യാമെന്നൊരു പ്ലാനിങ് ഉണ്ടാകുമ്പോൾ രാവിലെ നമുക്ക് വേഗം പണി വരും കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ശരി ഇന്ന് മറ്റേ ഈ ഒരു നീർദോശ കലക്കിപ്പാർന്നപ്പം അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. ഇത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമുക്ക് കുറച്ച് അരിപ്പൊടി എടുക്കുക, വെള്ളം ഒഴിക്കുക, കുറച്ച് ഉപ്പ്, ഞാൻ കുറച്ച് പഞ്ചസാര കൂടെ ഇടാറുണ്ട് കേട്ടോ. പഞ്ചസാര പിന്നെ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് നല്ല നൈസായിട്ട് അങ്ങോട്ട് ഒഴിച്ച് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിലോട്ട് ഒരു തട്ടിക്കോട്ട് ഗ്രീൻ പീസും പൊട്ടാറ്റോയും കൂടെ ഇട്ടിട്ടൊരു കറി കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെയൊക്കെ കാറ് കഴുകുന്നുണ്ട് കേട്ടോ. കാറ് കഴുകാനിപ്പോൾ സൺഡേ അല്ല, അപ്പോൾ അതുകൊണ്ട് മൂപ്പര് അതിന് നിന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഹിസമോള് പോയിട്ട് പണി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഷാമ്പൂ ഒക്കെ കലക്കി വെച്ചപ്പോൾ അതിന് ഈ ഒരു പതയൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ അതുകൊണ്ടുള്ള കളിയിലാണ് ആൾ കുറച്ച് നേരം. അപ്പം ഞാൻ ഉള്ളിൽ തുടച്ചെടുക്കുന്ന ടൈം ആയതുകൊണ്ട് ഞാൻ പിന്നെ ഉള്ളിലോട്ട് വിളിച്ചില്ല, കുറച്ച് നേരം അവിടെ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പം പിന്നെ ഇതാ അവർ ആ പണിയിലാണ് കേട്ടോ. കൈക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടറിനടുത്ത് പോയപ്പോൾ ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു സംഭവം ഇട്ടു തന്നു കേട്ടോ. അപ്പം അത് മാറ്റിയിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇനി അത് അടുത്തത് പിന്നെ എന്താ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. നമ്മൾ എപ്പോഴും ഇടുന്ന വീഡിയോ അല്ലേ. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. തൈരും രാവിലെ വെച്ച മസാലക്കറി ഉണ്ട്, നല്ല ചെമ്മീൻ അച്ചാറുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് വൈകുന്നേരത്ത് വന്നിട്ട് നമ്മൾ കുട്ടികൾ കുറേ ആയിട്ടോ കവയ്ക്ക് പോകണം പറഞ്ഞിട്ട്, അപ്പോൾ കവയ്ക്ക് വന്നിച്ചിട്ട് വേഗം റെഡിയായി ഇതായി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കാനും പിന്നെയും കുറച്ച് നേരം കാത്ത് നിൽക്കണം കേട്ടോ. ചില സമയങ്ങളിൽ ഇല്ലെങ്കിൽ ചില സമയം നിൽക്കുക നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ഇന്നതാ കുറച്ച് നേരം ഞങ്ങൾ പോസ്റ്റായിട്ട് അവിടെ നിന്നു. പിന്നെ ലാസ്റ്റിക്ക് വന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് പോവുകയാണ്. അപ്പം ഇനി അവിടെ നേരെ ഇറങ്ങണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് പോകേണ്ടത് മോൾക്ക് പോളിയോ ഉള്ള ദിവസമാണ്. അപ്പം നമ്മൾ പോളിയോ നമ്മുടെ എല്ലാവർക്കും ഉള്ള പോളിയോ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നമ്മൾ വൈകുന്നേരമായിട്ടുണ്ട് പോയത്. എന്തായാലും നമുക്കൊന്ന് പുറത്തു പോകാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങുമ്പോൾ അങ്ങനെ പോയിട്ട് എടുത്തിട്ട് പോകാമെന്നുള്ള ധാരണയിൽ രാവിലെ തന്നെ പോയില്ല കേട്ടോ. പിന്നെ ചേച്ചി നമ്മുടെ ആശാ വർക്കർ അവർ പറഞ്ഞു വൈകുന്നേരം വരെ ഉണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ നിന്നത്. വൈകുന്നേരം ടൈം ആയതുകൊണ്ട് തന്നെ ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർ രണ്ടാൾ മാത്രം അവിടെ ഇരുന്ന് പോസ്റ്റായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ ആശാ വർക്കർ. ചേച്ചി എന്തുണ്ടെങ്കിലും നമ്മളെ വിളിച്ച് പറയാറുണ്ട് കേട്ടോ. നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോയാൽ കൂടെ ആ ടൈമിൽ ഇന്ന് തന്നെ ഇപ്പോൾ പോളിയോ എടുക്കാൻ ലേറ്റ് ആയപ്പോൾ ചേച്ചി വിളിച്ചു, 3:30 ആയപ്പോൾ ചേച്ചി വിളിച്ചു, എവിടെ വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് മറന്നു പോയാലും ഓർമ്മ കിട്ടും കേട്ടോ. ആൾ നമ്മളവിടെ ഒരു നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ എന്തായാലും അവിടെ എത്താറുണ്ട് കേട്ടോ. പിന്നെ ഇതാ അവിടെ നിന്ന് ഇറങ്ങിയാണ് ആൾ ഹാപ്പി ആയി. എന്താണ് പോളിയോ ഇനിയിപ്പോൾ അവിടെ നേരെ ഇറങ്ങി കേട്ടോ. ഇനി കളിക്കണം എന്നുള്ള മൈൻഡാണ്. പിന്നെ ആൾ പാവക്കുട്ടിനെയൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. കവയിൽ പോയ വിശേഷങ്ങൾ പിന്നെ പറയാതിരിക്കുകയാണ് കേട്ടോ ഭേദം. കാരണം ഞാൻ കാണിച്ചു തരാം, അത് വഴിയേ മനസ്സിലാവും. അപ്പോൾ നമ്മളിനി അവിടെ നേരെ പോവുകയാണ് കേട്ടോ. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കവയിൽ എത്തുന്ന ടൈമിലുണ്ടായിരുന്നു കേട്ടോ. കവയിലെത്തുമ്പോൾ പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്ക് വരാനില്ല. മലമ്പുഴയ്ക്കുന്ന് ഒരുവിധമൊക്കെ ഫ്രീ ആയി കിടക്കണമായിരുന്നു കേട്ടോ. അല്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മൾ സൺഡേ പോകുമ്പോൾ മലമ്പുഴത്തൊക്കെ നിറയെ ആൾക്കാരായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ അത്ര ആൾക്കാരിനെ അവിടെ കണ്ടില്ല. പിന്നെ ഇന്ന് നമ്മൾ മലമ്പുഴൻ്റെ ഉള്ളിലോട്ടൊന്നും കയറിയില്ല കേട്ടോ. നേരെ കവയിലോട്ടാണ് പോണത്. ഇനിയിപ്പോൾ ഇതാ ഇവിടെ നിന്നേ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ബ്ലോക്ക്. അപ്പം ഇനി അങ്ങോട്ടേക്ക് പോകണോ വേണ്ടേന്നൊന്ന് അമാന്തിച്ചു. എന്നാലും വന്നതല്ലേ ഒന്ന് പോയേച്ചും വരാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ശരി എന്നാ പറഞ്ഞാൽ അങ്ങോട്ട് പോയി. പോകുമ്പോൾ കുറച്ച് അങ്ങോട്ട് കയറിയതാണ് വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചത് കേട്ടോ. കാരണം അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്താണ് ഇത്ര വെള്ളം ഉണ്ടാവാറില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ മഴക്കാലം കഴിഞ്ഞു എന്ന് പറയാനായിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതാ കുട്ടികൾക്ക് ഒരു ഐസ്ക്രീമും കാര്യമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഇതാണ്ടോ ഈ പോസ്റ്റൊക്കെ എത്രത്തോളം മുങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇല്ലെങ്കിലൊന്നും അവിടെ ഒന്നും വെള്ളം ഉണ്ടാവാറില്ല. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി വെറുതെ അവിടെ നിന്ന് സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വെറുതെ അവിടെ നിന്ന് കുറേ ഉള്ളിലേക്ക് പോയാലൊക്കെ നല്ല കാഴ്ചകൾ കാണാനൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അത്ര അങ്ങോട്ട് പോയില്ല, കാരണം വെറുതെ പോയിട്ട് കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് ഇനി അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം ഇനി അടുത്ത് നമ്മൾ നേരെ പോകുന്നത് ഇനി നാത്തൂൻ്റെ വീട്ടിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ടൗണൊക്കെ എത്തി. അവിടെ എത്തുമ്പോഴേക്കും ഹിസമോളം ഉറങ്ങി കേട്ടോ. കാരണം ആൾ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല. ഉച്ചയ്ക്ക് ഉറങ്ങിയില്ലെങ്കിൽ ഒരു മരുന്നേരം ആകുമ്പോഴുള്ള ഉറക്കം പതിവാണ്. പിന്നെ ഇവിടെ പോയപ്പോൾ ആൾ വേഗം എണിച്ചു കേട്ടോ. എന്താണ് രണ്ടാളുടെ പേരും ഐഷ എന്നാണ് കേട്ടോ. ഞങ്ങൾ ഹിസമോളെ എന്ന് വിളിക്കെങ്കിലും ശരിക്കും ഹിസാൻ്റെ പേര് ഐഷ ഇസ്ലിൻ എന്നാണ് കേട്ടോ. അപ്പോൾ ആൾ ബേബിനെ കാണാനാണ് പറഞ്ഞപ്പോൾ പിന്നെ കരയാണ്ടൊക്കെ ഒന്ന് എണിച്ചു. ഇല്ലെങ്കിൽ ഫുൾ അലമ്പാക്കിയിട്ടുണ്ടാവും. കാരണം ഉറക്കം ശരിയാവാണ്ടുള്ളതും
നേരം കെട്ട നേരത്തുള്ള ഉറക്കമൊക്കെ ആവുക കൊണ്ട് എന്തായാലും ഇടങ്ങാറാക്കണം. പിന്നെ അതാ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു. അപ്പോൾ ഇനി അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.